അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും ഈ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ തസ്ബീഹിൻ്റെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ നമ്മുടെ ഈ മജ്ലിസിലൊക്കെ പങ്കെടുക്കുന്നവരാണ്. ഒരുപാട് ആളുകൾക്ക് നമ്മുടെ മജ്ലിസിൽ പങ്കെടുത്ത് ഒരുപാട് നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് രോഗങ്ങൾക്ക് ശിഫാ കിട്ടുന്ന, ഒരുപാട് പ്രയാസ പ്രതിസന്ധികൾക്ക് പരിഹാരം കിട്ടുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഹദീസിലൂടെ പഠിപ്പിച്ചു തന്ന വിശുദ്ധമായ ഖുർആനിക ആയത്ത്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ 99 പേരുകളിൽ വളരെ പ്രധാനപ്പെട്ട ചില പേരുകൾ ഒക്കെയാണ് നമ്മുടെ ഈ മജ്ലിസിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ മജ്ലിസിലൂടെ പറയുന്ന ഓരോ ദിക്റും സ്വലാത്തും ഇത് നമ്മൾ ഈ മജ്ലിസിലേക്ക് മാത്രമല്ല, ഇതല്ലാതെ നമ്മൾ നിസ്കാരം കഴിഞ്ഞു അതുപോലെ തന്നെ മറ്റ് സമയങ്ങളിലും ഒക്കെ നമുക്ക് ഇത് ഓരോന്നും പറയാവുന്നതാണ്. നമ്മളിപ്പോൾ എല്ലാവരും ഒന്നിച്ച് ചൊല്ലുന്നു എന്ന് മാത്രം. അല്ലാഹു തആല നമ്മൾ ഒരുമിച്ച് കൂടുതൽ സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിപ്പോൾ ഉള്ളത് പരിപാവനമായ ജമാദുൽ ഊല, ജമാദുൽ അവ്വൽ മാസത്തിൻ്റെ 2ാമത്തെ വെള്ളിയാഴ്ച രാവിലാണ്. നാളെ 2ാമത്തെ വെള്ളിയാഴ്ച പകലാണ്. വെള്ളിയാഴ്ച രാവിൻ്റെയും പകലിൻ്റെയൊക്കെ ശ്രേഷ്ഠത ഞാൻ പറയാതെ നമ്മളെല്ലാവരും പഠിച്ചവരാണ്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസ പ്രതിസന്ധികളും മാറ്റിത്തന്ന് എല്ലാവിധ ഖൈറും ബറക്കത്തും റാഹത്തും ഇസ്സത്തും എല്ലാവിധ പൈശാചികമായ മനുഷ്യപരമായ ജിന്നുപരമായ എല്ലാ ഉപദ്രവങ്ങൾ, സിഹർ, കണ്ണേറ്, കരുനാക്ക്, അതുപോലുള്ള എല്ലാ കൊതി, അതുപോലെ എല്ലാ ഷർറിനെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടാനും, ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലനിന്ന് കിട്ടാനും, ഒരുപാട് പ്രയാസ പ്രതിസന്ധികൾക്കുള്ള പരിഹാര മാർഗങ്ങളായി നമുക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ചില ദിക്റുകളും തസ്ബീഹുകളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും അവസാനം വരെ നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുക. അള്ളാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ പറയുന്ന ഓരോ തസ്ബീഹുകളും വ്യത്യസ്തമായ നേട്ടങ്ങളാണ്. അത് മുഴുവനും അള്ളാഹു നമുക്ക് തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആരൊക്കെ ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ദുആ രക്കാൻ പറഞ്ഞിട്ടുണ്ടോ, ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹു തആല നമ്മുടെ മജ്ലിസിനെ പരിപൂർണമായി ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസ് ആദ്യമായി ഒരു സ്വലാത്ത് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങുകയാണ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. ഏത് സമയത്തും നമ്മൾ മറന്നുപോവാതെ പറയേണ്ടത് നമ്മുടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. എത്ര പറഞ്ഞാലും തീരാത്ത, എത്ര പറഞ്ഞാലും നമുക്ക് പ്രതിഫലങ്ങൾ ഏറിയേറി കിട്ടുന്ന, ഒരുപാട് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവാത്ത ഒരു അമലാണല്ലോ സ്വലാത്ത്. നമുക്ക് ഇന്നൊരു സ്വലാത്ത് പറയാം. അത് മുത്ത് ഹബീബിനെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിൽ നമ്മൾ പറയേണ്ട ഒരു സ്വലാത്താണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? എല്ലാ നേട്ടങ്ങളും കിട്ടാൻ, എല്ലാ പ്രയാസ പ്രതിസന്ധികളും മാറാൻ, നമ്മുടെ എല്ലാ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സന്തോഷമുണ്ടാവാൻ ആ സ്വലാത്ത് കാരണമാണ്. പറഞ്ഞു: അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. 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 അസ്സലാത്തു
വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. പുണ്യമായ സൂറത്ത് യാസീനിന്റെ അതിപ്രധാനപ്പെട്ട ഒരു വചനമാണല്ലോ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഇൻഷാ അല്ലാഹ് നമുക്കതെല്ലാവർക്കും ഓതിയാലോ. വലിയ നേട്ടമാണ് അത് ഓതിയാൽ കിട്ടുന്നത്. ഓദിക്കോ. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, 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 സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. നമ്മുടെ ജീവിതം എപ്പോഴും വിജയിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മക്കൾ അല്ലെ, അവർ പരീക്ഷയിൽ വിജയിക്കണം, അവരുടെ ഭാവി ജീവിതത്തിൽ അവർ വിജയിക്കണം, കുടുംബജീവിതത്തിൽ വിജയിക്കണം, അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്, നമ്മുടെ മറ്റിടപാട് എല്ലാം വിജയിക്കണം. എല്ലാത്തിനും ഉപരിയായി നമ്മുടെ ഈ ദുന്യാവും ആഖിറവും ഒക്കെ വിജയിക്കണം, തോൽവി ഉണ്ടാവരുത്, വിജയിക്കണം എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ വിജയമുണ്ടാവാൻ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ചെറിയൊരു ദിക്റുണ്ട്. അതൊരു ദിക്റാണ്. അത് എന്താ പറയുക, വലിയൊരു അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും പ്രതിഫലം കിട്ടുന്ന ഒരുപാട് നിഅമത്തുകൾ നമുക്ക് അധികരിപ്പിച്ച് കിട്ടുന്നൊരു വാചകമാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? അത് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, 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 അൽഹംദുലില്ലാഹി അലാ കുല്ലി
حال الحمد لله على كل 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 حال ഒരുപാട് ആളുകൾ ഒരുപാട് അസുഖങ്ങളായി പ്രയാസപ്പെടുന്നവരാണ്. ഇപ്പോൾ ക്യാൻസർ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ലെൻസിന്, അതുപോലെ ലിവറിന്, അതുപോലെ കിഡ്നി സംബന്ധമായി, പിന്നെ ഒരുപാട് പേര് ഡയാലിസിസ് ചെയ്യുന്നു, അങ്ങനത്തെ പ്രയാസം, അങ്ങനെ ഒരുപാട് അസുഖങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഉള്ളവരുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി, എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാവാൻ വേണ്ടി നമുക്കൊന്ന് മൊത്തത്തിൽ ദുആരക്കും. അള്ളാഹു നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾ അള്ളാഹു തആല ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആരുന്നു കേട്ടോ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാ اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض
اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. ദിക്റിന്റെ മജ്‌ലിസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത നമ്മുടെ മനസ്സിലേക്ക് വേഗത്തിൽ ഓടി വരുന്ന പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റിയായ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമുക്കതൊന്ന് പറഞ്ഞാലോ? ഇൻഷാ അല്ലാഹ് ആ ദിക്ർ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടിയാണോ നമ്മൾ പറയുന്നത്, അതുപോലെ മരിക്കുന്ന സമയത്തും നമുക്ക് ഈ ദിക്റൊക്കെ പറഞ്ഞു മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. എല്ലാവരും പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 لا إله إلا الله. നമുക്കോ നമ്മുടെ മക്കൾക്കോ കണ്ണേറ്, സിഹർ, കരിനാക്ക്, കൊതി ഇത് ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എത്രയോ ആളുകൾക്കാണ് ഈ സിഹിർ ബാധിച്ച്, കണ്ണേറ് ബാധിച്ച് അവർ പറയുന്നത് എന്താണെന്ന് പോലും അവർക്കറിയാത്ത രൂപത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ടുപോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന
വരാനുള്ള വന്നിട്ടുള്ള എല്ലാ സിഹർ, കണ്ണേർ, പൈശാചിക ഉപദ്രവങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ഇൻഷാ അള്ളാഹ് നമുക്ക് പറയാൻ പറ്റിയ ബൃഹത്തായ വലിയ ശ്രേഷ്ഠതയുള്ള ഒരു കാവലിൻ്റെ മന്ത്രം ഇൻഷാ അള്ളാഹ് നമ്മൾ പറയാൻ പോവുകയാണ്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു കേട്ടോ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദുആ അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദുആ ചെയ്യാത്ത ഒരു ദുആഇൻ്റെ മജ്ലിസ് ഉണ്ടെങ്കിൽ ആ ദുആ അല്ലാഹു തആല സ്വീകരിക്കില്ലെന്ന് പോലും മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ എങ്ങനെയാണ് ദുആ രക്കേണ്ടത്? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. 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 റബ്ബിർഹംഹുമാ
كما ربياني صغيرا رب ارحمهما كما ربياني صغيرا رب ارحمهما كما ربياني صغيرا رب ارحمهما كما ربياني صغيرا അള്ളാഹുവിൻ്റെ റഹ്മത്തുകൾ നമുക്കെല്ലാവർക്കും കിട്ടണം. അതിന് ചോദിച്ചോ, അല്ലാഹുമ്മ അഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്, 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 അല്ലാഹുമ്മ അഫ്തഹ് ലീ أبواب رحمتك اللهم افتح لي 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 أبواب رحمتك. അടുത്തതായി നമ്മൾ പറയുന്നത് അല്ലാഹുവിൻ്റെ ഇസ്മുകളിൽ പ്രധാനപ്പെട്ട ചില പേരുകളാണ്. ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടാൻ, ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ സന്തോഷവും നമുക്ക് ഉണ്ടാവാനുള്ള ഒരു ചെറിയ ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് പറയുന്നത്. എല്ലാവരും ഒന്നിച്ചു ചൊല്ലിക്കോ കേട്ടോ. യാ ബർറു യാ വാലി യാ മുതആലി യാ അല്ലാഹ് 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 യാ ബർറു യാ വാലി യാ മുതആലി യാ അല്ലാഹ്.
നമ്മളെല്ലാവരും മുസ്ലിമായി ജനിച്ചവരാണ്, മുസ്ലിമായി ജീവിക്കുന്നവരാണ്. അവസാനം മരിക്കുന്ന സമയത്ത് മുസ്ലിമായി മരിക്കണം. അതിന് പറഞ്ഞു, അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, 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 അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഒരുപാട് വട്ടം ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ചെറിയൊരു സ്വലാത്ത്. ഇത് പറഞ്ഞാൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലിയ ഗുണമാണ്. അതുകൊണ്ട് ചൊല്ലിക്കോ. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, 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 സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മുടെ ദിക്റിന്റെ മജ്‌ലിസിനൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തആല ഒരുപാട് ദിക്റും തസ്ബീഹും അദ്കാറും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ എന്തെല്ലാം പ്രതിഫലങ്ങളുണ്ടോ അതൊക്കെ പടച്ചോനല്ലേ അറിയുള്ളൂ. ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതെല്ലാം അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഒട്ടും കുറയാതെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മജ്‌ലിസിനെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ദുആയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരുപാട് പേര് ദുആ വസിയത്ത് നിരവധി പേരാണ്. ആരൊക്കെയാണെന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. അത്രമാത്രം ദുആ വസിയത്താണ് ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് മുഅ്മിനീങ്ങൾ എഴുതുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും. നമുക്കൊരു ഫാത്തിഹായും ഇഖ്ലാസ് സൂറത്ത് മുഅവ്വിദത്തൈനൊക്കെ ഓതിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കാം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم.
ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അൽഹംദുലില്ലാഹ്, നമ്മൾ പരിശുദ്ധമായ ദിക്റിന്റെ സ്വലാത്തിന്റെ തസ്ബീഹിന്റെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നിരവധി പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ ദുആയിനെ പരിപൂർണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അർഹമുർ റഹീമീനായ രാജാതിരാജനായ റഹ്മാനെ, അല്ലാഹുവേ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ. അല്ലാഹ്, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ്, തെറ്റുകൾ ചെയ്തു പോയവരാണ്. എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, ഭാര്യ സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, ആരെല്ലാം മരണപ്പെട്ടു പോയോ എല്ലാവരുടെയും ഖബറിടം നീ വിശാലമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, അവർക്കും ഞങ്ങൾക്കും നാളെ സ്വർഗം നൽകണേ. അല്ലാഹു, ഞങ്ങളെല്ലാവരും മുസ്ലിമായി ജനിച്ചവരാണ്, മുസ്ലിമായി ജീവിക്കുന്നവരാണ്. അവസാനം മുസ്ലിമായി മുഅ്മിനായി ഞങ്ങളെ നീ മരിപ്പിക്കണേ. അല്ലാഹ്, ഞങ്ങൾ അതിനു വേണ്ടിയുള്ള ദിക്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് റബ്ബേ, അത് നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് മുഅ്മിനീങ്ങൾ, ഒരുപാട് മുഅ്മിനാത്തുകൾ, സയ്യിദന്മാർ, സയ്യിദാത്തുകൾ റഹ്മാനെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആയിനെ നീ സ്വീകരിക്കണേ. അല്ലാഹ്, ഒരുപാട് തഹജ്ജുദ് നിസ്കാരം മുടക്കാത്ത, വിത്ർ നിസ്കാരം മുടക്കാത്ത ഒരുപാട് ഉമ്മമാർ ഉപ്പമാരുള്ള സദസ്സാണ്, നീ ഖബൂൽ ചെയ്യണേ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് മുറാദുകളുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്, നീ സഫലീകരിച്ച് തരണേ. അല്ലാഹ്, ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ. അല്ലാഹ്, രോഗങ്ങൾ എന്തെല്ലാം ഉണ്ടോ എല്ലാം നീ ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ച റബ്ബേ, നിനക്കറിയാവുന്നതുപോലെ ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് ദുആ വസിയ്യത്ത് മുഅ്മിനീങ്ങൾ എഴുതാറുണ്ട്. അതുപോലെ ദുആ വസിയ്യത്തുകൾ എഴുതാൻ അറിയില്ല ഉസ്താദേ, ഞങ്ങൾക്ക് വേണ്ടിയും ദുആരക്കണേ എന്ന് പറഞ്ഞ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട് റഹ്മാനെ. എല്ലാവരുടെയും എല്ലാം മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ട്, പ്രതിസന്ധികൾ നീ മാറ്റി കൊടുക്കണേ. അല്ലാഹ്, അവരുടെയും ഞങ്ങളുടെയും ജീവിതത്തിൽ നീ ഖൈർ നൽകണേ. അല്ലാഹ്, ബറക്കത്ത് നൽകണേ. അല്ലാഹ്, മാരകമായ ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, അറ്റാക്ക് പോലെ, സ്ട്രോക്ക് പോലെ എന്തെല്ലാം അസുഖങ്ങളുണ്ടോ, പ്രതിസന്ധികൾ എല്ലാം നീ മാറ്റിത്തരണേ. അല്ലാഹ്, അങ്ങനെ ഏതെങ്കിലും ഒരു അസുഖം വന്ന് ആരെങ്കിലും എവിടെയെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ ഈ ദുആഇന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ. അല്ലാഹ്, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ മക്കളെ കൊടുക്കണേ. അല്ലാഹ്, വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവരുണ്ട്, അവരുടെ വിവാഹം നീ അടുപ്പിച്ചു കൊടുക്കണേ. അല്ലാഹ്, അതുപോലെ തന്നെ മക്കളുടെ സ്വഭാവം നന്നാവാൻ ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, അവരുടെ സ്വഭാവം നീ നന്നാക്കി കൊടുക്കണേ. അല്ലാഹ്, ഞങ്ങളുടെ മക്കളുടെയും സ്വഭാവങ്ങളെ നീ നന്നാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ച, ഞങ്ങളുടെ മക്കളൊക്കെ പഠിക്കുന്നവരാണ്, ഉന്നതമായ വിജയം കൊടുക്കണേ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ കച്ചവടം, ബിസിനസ് എല്ലാത്തിലും നീ അഭിവൃദ്ധി നൽകണേ. അല്ലാഹുവേ പടച്ചവനെ, വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ വീട് കൊടുക്കണേ. അല്ലാഹ്, വീട് പണി നടക്കുന്നവരുണ്ട്, വേഗത്തിൽ നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് പേര് ഞങ്ങളിൽ നിന്നും ഹജ്ജിന് പോവാൻ, ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർക്കതിനെല്ലാം ഉള്ള സൗഭാഗ്യം നീ അടുപ്പിച്ചു കൊടുക്കണേ. അല്ലാഹ്, ഞങ്ങളെയും ഹറമുകളിലേക്ക് നീ എത്തിക്കണേ. അല്ലാഹ്, ലോക മുസൽമാന് നീ സമാധാനം കൊടുക്കണേ. അല്ലാഹ്, ഇസ്സത്ത് പ്രദാനിക്കണേ. അല്ലാഹുവേ പടച്ചവൻ, ഞങ്ങളുടെ മജ്ലിസിനെ നീ
സ്വീകരിക്കണേ റഹ്മാനെ. പരിപാവനമായ ജമാദുൽ ഊല ജമാദുൽ അവ്വൽ മാസത്തിലാണ് ഞങ്ങളുള്ളത് റഹ്മാനെ. ഇതിന്റെ മുഴുവൻ പുണ്യങ്ങളും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഈ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും കരുണാവാരിധിയായ റബ്ബെ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണേ അല്ലാ. ഈ മാസം ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണേ അല്ലാ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഉസ്താദുമാര്, ഭാര്യ, സന്താനങ്ങള്, ഭർത്താക്കന്മാര്, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റാഹത്തും കൊടുക്കണേ അല്ലാ. ഒരുപാട് പേര് വിഷമത്തിലാണ്, സങ്കടത്തിലാണ് കുടുംബപരമായി. അല്ലാഹുവേ പടച്ചവനെ, കുടുംബത്തിൽ ഞങ്ങൾക്ക് നീ സ്വസ്ഥത തരണയല്ലാ, സമാധാനം തരണയല്ലാ, ഇണക്കം തരണയല്ലാ. പിണക്കങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹു പടച്ചവനെ, വീട് പണി നടക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, അവരുടെയൊക്കെ വീട് പണി നീ എളുപ്പത്തിലാക്കി കൊടുക്കണയല്ലാ. വീട് പണിയാൻ പൈസയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ വഴികൾ അവർക്ക് നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ മക്കളൊക്കെ പഠിക്കുന്നവരാണ്, ഉന്നതമായ വിജയം കൊടുക്കണയല്ലാ. പഠിക്കുന്നതൊക്കെ പെട്ടെന്ന് മനസ്സിലായി പരീക്ഷകളിലൊക്കെ ഉന്നതമായ മാർക്കോടുകൂടി പാസ്സാവാനും ഞങ്ങളുടെ മക്കളുടെ വളർച്ചയും ഉയർച്ചയും കണ്ട് സന്തോഷിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. അൽഹംദുലില്ലാ. നമ്മുടെ സദസ്സിനെ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നാളെ നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും, കഴിയുന്നവരൊക്കെ പങ്കെടുക്കുക, മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.